തീയരെ പ്രത്യേക ജാതിയായി സർക്കാർ രേഖകളിൽ രേഖപ്പെടുത്തുമെന്ന ഹൈക്കോടതി വിധി സംസ്ഥാന സർക്കാർ ഉടൻ നടപ്പിലാക്കണമെന്ന് തീയ മഹാസഭ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മലബാറിലെ ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും വലിയ വിഭാഗങ്ങളിലൊന്നായ ഏകദേശം 60 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള തീയ സമുദായത്തെ നിലവിൽ ഭരണപരമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈഴവ തീയ ബില്ലവ വിഭാഗത്തിൽ നിന്ന് വേർതിരിച്ച് പ്രത്യേക ജാതിയായി അംഗീകരിക്കുകയും അതേ നിലയിൽ OBC സംവരണത്തിൽ ജനസംഖ്യാനുപാതികമായി പ്രത്യേക സബ് കോട്ട അനുവദിക്കുകയും വേണമെന്ന് തീയ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം ആവശ്യപ്പെട്ടു. തീയ സമുദായത്തിന് സ്വന്തമായ ചരിത്രവും സാമൂഹിക സാംസ്കാരിക പാരമ്പര്യവും ആചാരാനുഷ്ഠാനങ്ങളും സാമൂഹിക സ്വത്വവുമുള്ളതിനാൽ ഭരണപരമായ രേഖകളിലും സർക്കാർ നയങ്ങളിലും അതേ സ്വത്വം പ്രതിഫലിക്കേണ്ടത് ഭരണഘടന ഉറപ്പു നൽകുന്ന സാമൂഹിക നീതിയുടെ ഭാഗമാണെന്ന് നേതാക്കൾ പറഞ്ഞു. യഥാർത്ഥ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് സാമൂഹിക നീതി, ക്ഷേമ പദ്ധതികൾ, വിദ്യാഭ്യാസ അവസരങ്ങൾ, തൊഴിൽ സംവരണം എന്നിവ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുകയെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. തീയരെ സർക്കാർ രേഖകളിൽ പ്രത്യേക ജാതിയായി അംഗീകരിക്കുക, ആസന്ന ജാതി സെൻസസിൽ തീയരെ പ്രത്യേക വിഭാഗമായി പ്രത്യേകം എണ്ണുക, OBC സംവരണത്തിൽ ജനസംഖ്യാനുപാതികമായി പ്രത്യേക സബ് കോട്ട അനുവദിക്കുക, വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹിക പ്രാതിനിധ്യം എന്നിവ സംബന്ധിച്ച് പ്രത്യേക പഠന കമ്മീഷൻ രൂപീകരിക്കുക, എല്ലാ സർക്കാർ രേഖകളിലും തീയ എന്ന പേര് പ്രത്യേകം രേഖപ്പെടുത്തുക, തീയ സമുദായത്തിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ സ്വത്വം സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സർക്കാർ നയം രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി പ്രേമാനന്ദൻ നടുത്തുടി, ജില്ലാ പ്രസിഡന്റ് അയ്യപ്പൻ പട്ടാളത്തിൽ, ജില്ലാ സെക്രട്ടറി പ്രശാന്ത് മേൽമുറി, ജില്ലാ ട്രഷറർ റിനീഷ് VK, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൗദാമിനി നാരായണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. KSFE വളാഞ്ചേരി ബ്രാഞ്ചിൽ ഉടൻ ആരംഭിക്കുന്നു 100 മാസ ചിട്ടി. 25 ലക്ഷം രൂപയുടെ ചിട്ടി. വീട് പണിയാൻ, ബിസിനസിന് എല്ലാത്തിനും അനുയോജ്യം. വളാഞ്ചേരി ബ്രാഞ്ചുമായി ഉടൻ ബന്ധപ്പെടുക.